നമുക്കിന്ന് ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സോയാബീൻ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വെജിറ്റേറിയൻസിനും ഇങ്ങനെ റോസ്റ്റൊക്കെ കഴിക്കാൻ തോന്നുന്നവർക്ക് ഈ രീതിയിലൊന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്. എന്നാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം നിങ്ങൾ സോയാബീൻ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഈ സോയാബീനിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഹാഫ് ഫ്രൈ ആക്കിയെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ അത്രയും മതി. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത സോയാബീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സബോള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്നുകൂടുന്ന, അതായത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ സബോളയുടെയും ഒന്ന് വാടി വരണം സബോളയും. അതിന് ശേഷം നമുക്ക് മസാലയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന കണ്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, ഇതിപ്പം ചിലവർക്ക് റോസ്റ്റായിട്ടല്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. റോസ്റ്റായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. ആ ഗ്രേവി ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിയുമ്പോഴേക്കും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഗ്രേവി മതി. അപ്പം ഞാനിവിടെ വെച്ച് ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.